AK ബാലൻ പറഞ്ഞിരിക്കുന്നു UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ഭരിക്കുകയെന്നും. അത് നമുക്ക് സംശയമൊന്നുമില്ല. പക്ഷേ AK ബാലൻ പറയുന്നതിൻ്റെ കുബുദ്ധി എന്താണ് എന്നുള്ളതാണ് ഇവിടെ കുറച്ചുകൂടെ പ്രസക്തം, അല്ലേ സർ? AK ബാലൻ മാത്രമല്ല, കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ, ഇടതുപക്ഷ നേതാക്കന്മാർ, പ്രത്യേകിച്ച് CPM-ൻ്റെ നേതാക്കന്മാർ മുഴുവൻ ഇപ്പോൾ എടുക്കുന്നൊരു പൊതു നിലപാട് ഒരു മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലൊരു വലിയ ഭീതിജനകമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയുക എന്നുള്ളതാണ്. അങ്ങ് സൂചിപ്പിച്ചത് വളരെ കൃത്യമായിട്ടൊരു കാര്യമാണ്. ഇതൊരു ദുസ്സൂചനയാണ്. എന്ന് പറഞ്ഞാൽ ഒരു തെറ്റായ നരേറ്റീവ് തങ്ങൾക്ക് അനുകൂലമാക്കാൻ എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുക എന്ന് പ്രചരിപ്പിക്കാൻ. മുസ്ലിം ലീഗാണ് UDF വരുമ്പോൾ ഭരിക്കാൻ പോകുന്നത് എന്നുള്ളത് ആർക്കും അറിയാത്ത കാര്യമല്ല. മുസ്ലിം സംഘടനകളുടെ നേതൃത്വം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനാണ്. അതിപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും ഇനി മറ്റേതെങ്കിലും സംഘടനയാണെങ്കിലും SDPI ആണെങ്കിലും PFI ആണെങ്കിലും ഈ സംഘടനകളുടെ എല്ലാം വേര് ചെന്ന് അവസാനിക്കുന്നത് മുസ്ലിം ലീഗിലേക്കും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നേതൃത്വത്തിലേക്കുമാണ്. അതിൽ ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്തോ UDF ഭരിക്കുന്ന സമയത്തോ മാറിയും മറഞ്ഞും പല പേരുകളിലുള്ള സംഘടനകൾ രണ്ട് പക്ഷത്തു നിന്ന് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശ്രീ AK ബാലനെ പോലുള്ളൊരു ഇടതുപക്ഷ നേതാവ്, പ്രത്യേകിച്ച് CPM കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള നേതാവ്, ഈ ഒരു വിഷയം പറയുന്നതിൻ്റെ പിന്നിലുള്ളത് ഹിന്ദു വോട്ടുകളിൽ കണ്ണുവെച്ചുകൊണ്ടുള്ള കൃത്യമായ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രസ്താവന തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ഒന്നും അതിനകത്തില്ല. ഇപ്പോൾ മുസ്ലിം ലീഗ് കേരളം ഭരിക്കും, അടുത്ത UDF വന്നാൽ എന്ന് പറയുന്നത് ഒരു തരത്തിലും ജനങ്ങൾ പ്രത്യേകമായി ചിന്തിക്കുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതങ്ങനെയല്ല എന്ന് വിചാരിക്കുകയോ ചെയ്യുന്ന ആളുകൾ കേരളത്തിലില്ല. കേരളത്തിലെ രാഷ്ട്രീയം അറിയുന്ന, കേരളത്തിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അറിയുന്ന ഏതൊരാൾക്കും വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDF-ൽ മുസ്ലിം ലീഗ് എടുക്കാൻ പോകുന്ന റോൾ എന്താണ് എന്നുള്ളത് കൃത്യമായി അറിയുന്ന കാര്യമാണ്. മുസ്ലിം ലീഗ് ശക്തമായിട്ടുള്ള ഇടപെടൽ വരുന്ന UDF ഗവൺമെൻറ്റിൽ നടത്തുമെന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. അതിൻ്റെ ഒരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ, കഴിഞ്ഞ അതായത് UDF-ൻ്റെ അവസാനത്തെ മന്ത്രിസഭ വരെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് തുടക്കത്തിൽ ഒരു മന്ത്രി, ഏറ്റവും ആദ്യം ഒരു മന്ത്രി, പിന്നീട് അവർക്ക് 3 മന്ത്രിമാർ, പിന്നീട് 4 മന്ത്രിമാർ. ആ 4 മന്ത്രിമാരുണ്ടായിരുന്ന കാലഘട്ടം ഏകദേശം കരുണാകരൻ മന്ത്രിസഭയുടെ കാലഘട്ടത്തിലും ആൻ്റണി മന്ത്രിസഭയുടെ കാലഘട്ടത്തിലുമൊക്കെ ശ്രീമാൻ AK ആൻ്റണി രണ്ടാമത് മുഖ്യമന്ത്രി ആകുമ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ് തുടർന്നിരുന്നത്. പക്ഷേ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുന്നതോടുകൂടി മുസ്ലിം ലീഗ് കുറച്ചുകൂടി, പ്രത്യേകിച്ച് കോൺഗ്രസ്സിലെ UDF-ലെ പടലപ്പിണക്കത്തിൻ്റെയൊക്കെ ഗ്രൂപ്പ് വഴക്കിൻ്റെയൊക്കെ സാഹചര്യം മുതലെടുത്തുകൊണ്ട് 5ാം മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടു. 5 മന്ത്രിമാരെ അവർക്ക് കൊടുക്കേണ്ട സാഹചര്യമുണ്ടായി. മുസ്ലിം ലീഗിന് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ശ്രദ്ധിച്ചോളൂ, അവർക്കുണ്ടായിരുന്ന 18 സീറ്റ്, 20 സീറ്റ്, 22 സീറ്റ്, 21 സീറ്റൊക്കെ വർദ്ധിച്ച് 23 സീറ്റും കഴിഞ്ഞ് അവർ മത്സരിക്കുന്ന സീറ്റിൻ്റെ എണ്ണം 25-ലെത്തി. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 25 സീറ്റിലാണ് അവർ മത്സരിച്ചത്, 15 സീറ്റിലാണ് ജയിച്ചത്. അപ്പോൾ 25 സീറ്റിൽ മത്സരിച്ച് 15 സീറ്റിൽ ജയിക്കുന്ന മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായി അവർ ആവശ്യപ്പെടാൻ പോകുന്നത് 30-30-ലധികമോ സീറ്റുകളായിരിക്കും. അതെ, അതിനൊരു പ്രധാനപ്പെട്ട കാരണമുള്ളത് UDF-ലെ വോട്ട് ബാങ്ക് എന്ന് പറയുന്ന, അതായത് ജയിപ്പിക്കാൻ കഴിയുന്ന വോട്ടുകൾ നിർണായകമായി കൊണ്ടുവരാൻ കഴിയുന്ന മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷി. ഒരു കാലഘട്ടത്ത് കേരള കോൺഗ്രസ് അവരുടെ ഒപ്പം ശ്രീ KM മാണി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ കേരള കോൺഗ്രസ് അവർക്ക് കോമ്പറ്റൻ്റ് ആയിട്ട് നിലനിന്നിരുന്നു. പക്ഷേ പിന്നീട് കേരള കോൺഗ്രസ് LDF-ലേക്ക് പോയതോടുകൂടി UDF-ലെ മുഴുവൻ വോട്ട് ബാങ്കിൻ്റെ ശക്തിയും മുസ്ലിം ലീഗാണ് എന്നുള്ള സാഹചര്യത്തിലേക്ക് മാറുകയാണ്. ഇത് കേരളത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച്, UDF-നെ സംബന്ധിച്ച് അവർ 30 സീറ്റ് ആവശ്യപ്പെടും എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് കോൺഗ്രസിൻ്റെ ഭരണം വരാൻ പോകുന്നതിൻ്റെ നിർണായക ശക്തി ഞങ്ങളാണ് എന്ന് പറയുകയും അതുവഴി ഒന്നുകിൽ മുഖ്യമന്ത്രി സ്ഥാനം, ഉപമുഖ്യമന്ത്രി സ്ഥാനം, ആഭ്യന്തരമന്ത്രി സ്ഥാനം, ഈ 3 പ്രധാനപ്പെട്ട വകുപ്പുകൾ അതല്ലെങ്കിൽ മന്ത്രിസഭയിലെ സ്ഥാനങ്ങൾ ഇത് ആവശ്യപ്പെടാനുള്ള എല്ലാ സാധ്യതയും നിലവിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചുണ്ട്. അവർ അത് ആവശ്യപ്പെടുകയും ചെയ്യും. ഒരു പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട 2 സ്ഥാനങ്ങളെങ്കിലും കോൺഗ്രസ്സിന്, UDF-ന്, ഈ മുസ്ലിം ലീഗിന് കൊടുക്കേണ്ടി വരും. ഇവിടെ AK ബാലൻ അടക്കമുള്ള LDF നേതാക്കന്മാർ കാണുന്ന ഒരു ബുദ്ധി, മുസ്ലിം വോട്ടുകൾ കൈകാര്യം ചെയ്ത് അവരിലേക്ക് അടുപ്പിക്കാം എന്നുള്ള ശ്രമത്തിൽ അവർ പരാജയപ്പെട്ടു.
അതാകെ ചില തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുമായി ചേർന്നുകൊണ്ട് അത് ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും SDP ആണെങ്കിലും PFI ആണെങ്കിലും അതുപോലെ തന്നെ INL ആണെങ്കിലും ഒക്കെ പല ഘട്ടങ്ങളിൽ മാറിയും മറിഞ്ഞും PDP ഒക്കെ അവരോടൊപ്പം ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ ചായ്വ് കാണിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ എടുക്കാവുന്ന എല്ലാ തരത്തിലുള്ള അടവ് നയങ്ങളും സ്വീകരിച്ചുകൊണ്ട് LDF വോട്ട് ക്യാൻവാസ് ചെയ്യാൻ വേണ്ട ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലവർ പലപ്പോഴും തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചുകൊണ്ട്, ഉദാഹരണത്തിന് സദ്ദാം ഹുസൈൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചരണം നടത്തിയതവരാണ്. അപ്പോൾ ഈ തരത്തിൽ ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന കലാപങ്ങളുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ആയിട്ടുള്ള യുദ്ധം നടന്ന സമയത്ത് എടുത്തിട്ടുള്ള ഇടതുപക്ഷ നേതാക്കന്മാരുടെ നിലപാടുകൾ, പഹൽഗാം വിഷയത്തിൽ തുടക്കത്തിൽ അവരെടുത്ത നിലപാടുകൾ, പഹൽഗാമിൽ തീവ്രവാദികളെ സഹായിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള സാഹചര്യങ്ങൾ, ഇതെല്ലാം കണക്കിലെടുക്കുന്നതും കണക്കാക്കപ്പെടേണ്ടതും ഈ മുസ്ലിം വോട്ട് ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ ഒരു ഭാഗത്ത് നടത്തുന്നതോടൊപ്പം തന്നെ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നൊരു ഹിന്ദു വോട്ട് ബാങ്കുണ്ട് കേരളത്തിൽ. ആ ഹിന്ദു വോട്ട് ബാങ്ക് എങ്ങനെയാണ് തങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുക എന്ന് ഉള്ള ശ്രമം നടത്തുകയാണ്. അതിൽ പരാജയപ്പെട്ടിട്ടുള്ളത് ശബരിമല വിഷയം വന്നതോടുകൂടി സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇപ്പോൾ അടുത്ത് സ്വർണ്ണക്കടത്ത് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഒരു മുഖം നഷ്ടപ്പെട്ട് നിൽക്കുക. ഇടതുമുന്നണിയെ സംബന്ധിച്ച് അവർ ഒരു ഹിന്ദു വിരുദ്ധ പാർട്ടിയാണ്, നിലപാടെടുക്കുന്ന പാർട്ടിയാണ് എന്ന് പ്രത്യേകിച്ച് CPM-നെ സംബന്ധിച്ച് ആ ഒരു ധാരണയിലേക്ക് കേരളത്തിലെ ഹിന്ദു വോട്ടർമാർ മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് കേരളത്തിലെ വോട്ടിംഗ് സിസ്റ്റത്തിൽ മാറ്റം വരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത് തിരിച്ചു പിടിക്കണമെങ്കിൽ ഒരു മുസ്ലിം വിരോധം പറയുക, മുസ്ലിം പാർട്ടികളോടൊരു വിരോധം പറയുക, മുസ്ലിം ലീഗിനോടൊരു എതിർപ്പ് പറയുക. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി നോക്കിക്കഴിഞ്ഞാൽ മലപ്പുറം വിരുദ്ധ പ്രസ്താവന നടത്തുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അതായത് PV Anwar വിഷയമുണ്ടായ സമയത്ത് ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ പ്രസ്താവനയോട് ചുവട് പിടിച്ചുകൊണ്ട് മലപ്പുറത്തെ പരാമർശിച്ചുകൊണ്ട് പ്രസ്താവനകൾ നടത്തുന്നു. കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രസ്താവനകൾ നടത്തുന്നു. അപ്പോൾ ഇടതുപക്ഷ നേതാക്കന്മാരെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോൾ ഒരു ഭാഗത്തു കൂടി മുസ്ലിം പ്രീണനം നടത്തുകയും മറുഭാഗത്തു കൂടി ഒരു ഭയപ്പാട് സൃഷ്ടിച്ചുകൊണ്ട് ഹിന്ദുക്കൾ വോട്ട് ചെയ്യണമെങ്കിൽ ഇനി ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാതെ പറയുക എന്നുള്ള ഒരു രാഷ്ട്രീയമാണ് എടുക്കാൻ ശ്രമിക്കുന്നത്. വിലപ്പോകില്ലല്ലോ. കാരണം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ഇന്ന് ഇടതുപക്ഷം എടുത്തിട്ടുള്ള നിലപാട് എന്താണ്? അത് ശബരിമലയുടെ വിഷയത്തിൽ മാത്രമല്ല, ഏത് വിഷയം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരു ഹിന്ദു വിരുദ്ധ നിലപാടാണ് ഈ ഇടതുപക്ഷ ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ എടുത്തിട്ടുള്ളത് എന്നുള്ളത് ഓരോ കാര്യങ്ങളും എടുത്ത് നോക്കിയാൽ അറിയാം. ഏതെങ്കിലും ഒരു ഇപ്പോൾ മദനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് PDP-യുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ, അതിൽ ഇടതുപക്ഷ നിലപാട് എന്തായിരുന്നു? ഇനി കേരളത്തിലെ തീവ്രവാദ സംഘടനകൾ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അഭിമന്യു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കോളേജ് ക്യാമ്പസിൽ മരിച്ചിട്ട് ഏത് സംഘടനയാണ് ഇടതുപക്ഷ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തത്? കേരളത്തിൽ രഞ്ജിത് ശ്രീനിവാസൻ കൊല ചെയ്യപ്പെട്ടു ആലപ്പുഴയിൽ. ഏത് സംഘടനയാണ് ഇടതുപക്ഷ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തത്? കേരളത്തിൽ ഈ തരത്തിൽ നടക്കുന്ന തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുടെ മുഴുവൻ ആക്രമണങ്ങളെയും അവരുടെ പ്രവർത്തനത്തെയും സപ്പോർട്ട് ചെയ്യുകയും പരിപോഷിപ്പിക്കുകയും അതിനുവേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഗവൺമെൻറ്റാണ് LDF ഗവൺമെൻറ്. അപ്പോൾ അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ശബരിമലയുടെ വിഷയത്തിൽ പ്രത്യേകിച്ച് എടുത്തുള്ള നിലപാട്, അവിടെ സ്ത്രീ പ്രവേശനം എന്ന് പറഞ്ഞുകൊണ്ട് ആരെയാണ് കയറ്റാൻ ശ്രമിച്ചത്? ഏത് വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെയാണ് ശബരിമലയിൽ കയറ്റാൻ വേണ്ടി ശ്രമം നടത്തിയത്? ഹിന്ദു വനിതാ സ്ത്രീകളെ മാത്രമാണോ? അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾ അപ്പോൾ പ്രതികരിക്കുക എന്നുള്ളതിൽ നിന്ന് മാറി ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ അവരുടെ വോട്ട് ചെയ്യുന്ന സമയത്ത് പ്രതികരിക്കുക എന്നുള്ള സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ടിട്ടുള്ള വോട്ടുകൾ എത്രയാണ്? പഞ്ചായത്തുകൾ എത്രയാണ്? ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം ഈ വോട്ട് ചെയ്യാനുള്ള ജനങ്ങളുടെ മനസ്സിലേക്ക് ഈ ഗവൺമെൻറ് ചെയ്തിട്ടുള്ള ജനവിരുദ്ധമായിട്ടുള്ള നടപടികളോടൊപ്പം തന്നെ ഹിന്ദു സമൂഹത്തോട് ചെയ്തിട്ടുള്ള നടപടികളെല്ലാം തന്നെ ജനവിരുദ്ധം, ഹിന്ദു വിരുദ്ധം നിലപാടുകൾ എടുക്കുന്നതെല്ലാം ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം എന്നുള്ള ചിന്താഗതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ശ്രീ AK ബാലൻ ശ്രമിക്കുന്നത് ഇതിലെങ്ങനെയെങ്കിലും കുറച്ച് മരുന്ന് പുരട്ടാൻ കഴിയുമോ എന്നുള്ള ശ്രമമാണ്. നടക്കുന്ന കാര്യമാണോ എന്നുള്ളത് അവർ സ്വയം ആലോചിക്കേണ്ടതാണ്. കാരണം നടത്തിയിട്ടുള്ള നിലപാടുകൾ, എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, ഈ സമൂഹത്തിനെതിരായി എടുത്തിട്ടുള്ള കാഴ്ചപ്പാടുകൾ, പുറത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആരെയാണ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്? സനാതന ധർമ്മം മുഴുവൻ തന്നെ കുഴിച്ചു മൂടണം, ഇല്ലാതെയാക്കണമെന്ന് പറഞ്ഞ സ്റ്റാലിനെയാണ്. അതെ. അപ്പോൾ സ്റ്റാലിനെ കൊണ്ടുവന്ന്
തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് അങ്ങനെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കണം പ്രചരണം സംഘടിപ്പിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം എന്താണ്? സതുദ്ദേശമല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായും അത് ജനങ്ങൾ തിരിച്ചറിയുകയാണ്, അതിപ്പോൾ മനസ്സിലാക്കുകയാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത് തിരിച്ചറിയുകയാണ്. അപ്പോൾ ഒരടുത്ത വെടിപൊട്ടിക്കുകയാണ്. മുസ്ലിം ലീഗ് വന്നു കഴിഞ്ഞാൽ, UDF വന്നു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും വരിക. ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല, UDF വന്നാൽ SDPI ഭരിക്കും, INL ഭരിക്കും, IAL ഭരിക്കും, അതോടൊപ്പം SDPI ഭരിക്കും, PDP ഭരിക്കും, PFIയുടെ നിരോധിക്കപ്പെട്ട സംഘടനയാണെങ്കിലും പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പരോക്ഷമായിട്ടുള്ള അവരുടെ സംവിധാനങ്ങളുണ്ട്, അത് ഭരിക്കും. ഇതെല്ലാം മുസ്ലിം ലീഗുമായി കണക്റ്റഡ് ആണ്. ഈ തരത്തിലുള്ള എല്ലാ തീവ്രവാദ സംഘടനകളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തന രീതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. ഭരണം മാറുമ്പോൾ അവർ വിഘടിച്ച് നിൽക്കുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് നാളെ UDFന് ഭരണം വന്നാൽ ഇവരെല്ലാം ഒരു സ്ഥലത്തേക്ക് മാറാൻ പോകുന്ന ആളുകളാണ്. അത് തിരിച്ചറിയുന്ന കേരളീയ സമൂഹമുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളുണ്ട്. അവർ ഇത് തിരിച്ചറിയുന്നു, ഈ അപകടം തിരിച്ചറിയുന്നു. അപ്പോൾ ആ അപകടം ശ്രീ AK ബാലൻ പറഞ്ഞത് നന്നായി. കാരണം ഇങ്ങനൊരു അപകടമുണ്ട് എന്ന് ഇവിടുത്തെ നിരവധി സംഘടനകൾ, BJP അടക്കമുള്ള പാർട്ടികൾ, നിരവധി ഹൈന്ദവ സംഘടനകൾ, ഹിന്ദു മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന സംഘടനകൾ, ഇവരൊക്കെ ഇത് എത്രയോ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് അംഗീകരിക്കാതെ, അന്ന് അങ്ങനെ ഇല്ല എന്ന് പറയുന്ന അതേ AK ബാലൻ അടക്കമുള്ള ആളുകൾ അത് അംഗീകരിക്കാൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അടുത്ത UDF ഗവൺമെൻറ്റിൻ്റെ സമയത്ത് മുസ്ലിം ലീഗ് അതിശക്തമായിട്ടുള്ള സ്വാധീനം ചെലുത്തും എന്നുള്ളത് ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും അറിയുന്ന കാര്യമാണ്. ഏത് രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചാലും, ഏത് രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനമെടുത്താലും അതിൽ മുസ്ലിം ലീഗിന് അപ്രമാദിത്വമുണ്ട് UDF വന്നാൽ എന്നുള്ളത് അറിയുന്ന കാര്യം തന്നെയാണ്. ഇത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നുള്ള കാര്യത്തിലൊരു സംശയമില്ലല്ലോ. അത് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്ന വോട്ടുകൾ എവിടേക്കാണ് എന്നുള്ളത് മാത്രമേ പ്രധാനപ്പെട്ട വിഷയമുള്ളൂ. അതിൽ തങ്ങൾക്ക് ഏതെങ്കിലും ശ്രമം നടത്താൻ കഴിയുമോ എന്നാണ് AK ബാലൻ ശ്രമിക്കുന്നത്. ശ്രീ AK ബാലൻ്റെ ആ ശ്രമമൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ വിലപ്പോകാൻ സാധ്യത കുറവാണ്. കാരണം ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 2021 ഏതെങ്കിലും ഒരു ഗുണവശം, രാഷ്ട്രീയ ഗുണവശം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു നിലപാട് അത് ഈ തവണ 26 നടപ്പാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സാധ്യതയും അതിൽ എന്ത് പ്രസ്താവന നടത്തിയാലും, യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള പ്രസ്താവനകളൊക്കെ ഈ ഹൈന്ദവ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ അതിനൊരു ശ്രമം നടത്താം എന്നുള്ളതിൻ്റെ കണ്ണുവെച്ചുകൊണ്ടാണ്. അതൊന്നും പ്രായോഗിക രാഷ്ട്രീയത്തിൽ, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇനി അങ്ങോട്ടേക്ക് നടക്കുന്ന കാര്യങ്ങളല്ല.